ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 മെഷറിംഗ് ലെങ്ത് ആണ്. ഇത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മെഷറിംഗ് ലെങ്ത്, നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഒന്ന് ഒബ്സർവ് ചെയ്തേ. പല പല സാധനങ്ങളും നിങ്ങൾ കാണുമല്ലേ? ഇത് നിങ്ങളുടെ ക്ലാസ് റൂമിലാണെങ്കിലോ അവിടെ നിങ്ങൾക്ക് ടേബിളും റൂളറും പെൻസിലും അങ്ങനെ പല 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 സാധനങ്ങൾ കാണാൻ പറ്റും. ഈ വസ്തുക്കളുടെയൊക്കെ നീളം എത്രയാണ്, വീതി എത്രയാണ് എന്നൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുക? അതുപോലെ രണ്ട് വസ്തുക്കളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിൽ ഏതാ വലുത് ഏതാ ചെറുത് എന്നെങ്ങനെയാ കൃത്യമായിട്ട് പറയാൻ പറ്റുക? ഒരു വസ്തുവിന്റെ ഹൈറ്റോ ലെങ്തോ വിഡ്ത്തോ ഒക്കെ അറിയണമെങ്കിൽ എന്താ നമ്മൾക്ക് ചെയ്യേണ്ടത്? വി നീഡ് മെഷർ ദം. അപ്പോൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ്? ഏതൊക്കെ യൂണിറ്റ് ആണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Let us observe. Look at the picture. What are the students measuring? Put a tick mark if you find it being measured. ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കിയേ. ലെങ്ത്, എവിടെയെങ്കിലും ലെങ്ത് മെഷർ ചെയ്യുന്നതായി കാണുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇനി ഹൈറ്റ്, ഇവിടെ ഒരു കുട്ടിയുടെ ഹൈറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. സോ ഹൈറ്റ് മെഷർ ചെയ്യുന്നുണ്ട്. വെയിറ്റ്, ഇവിടെ ഒരാൾ വെയിങ് മെഷീന്റെ മുകളിൽ കയറി വെയിറ്റ് മെഷർ ചെയ്യുന്നുണ്ടല്ലോ. യെസ്. ഡെപ്ത്, ഡെപ്ത് എന്ന് പറഞ്ഞാൽ താഴ്ച, ഒരു കുഴിയുടെയൊക്കെ ആ ഒരു താഴ്ച, ഇതിനാണ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എവിടെയും ഡെപ്ത് മെഷർ ചെയ്യുന്നില്ല. ബ്രെഡ്ത്ത്, നീളം ഒരു സൈഡ് ആണെങ്കിൽ മറ്റേ സൈഡാണ് വീതി, വീതിക്കാണ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇത് ആ ബുക്കിന്റെ നീളമുള്ള സൈഡ് ആണെങ്കിൽ അതിന്റെ അടുത്ത സൈഡ്, ഇതാണ് അതിന്റെ ബ്രെഡ്ത്ത്. സോ ഇവിടെ എവിടെയും ബ്രെഡ്ത്ത് ഒന്നും മെഷർ ചെയ്യുന്നില്ല. ടെമ്പറേച്ചർ, യെസ്, ഇവിടെ ഒരു നഴ്സ് ഒരു കുട്ടിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നുണ്ട്. പനിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യായിരിക്കാം. സോ ടെമ്പറേച്ചറും മെഷർ ചെയ്യുന്നുണ്ട്. What is being used to measure the height? What other tools can be used to measure height? നിങ്ങളുടെ ഹൈറ്റ് എത്രയാണ്? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? നിങ്ങൾ എവിടുന്നൊക്കെയാണ് അത് മെഷർ ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടി എന്തൊക്കെ ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക. സാധാരണയായിട്ട് ഇതുപോലൊരു മെഷറിംഗ് സ്കെയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ വാളിലൊക്കെ ഇതേപോലത്തെ സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ തലയിൽ ടച്ച് ചെയ്തിട്ട് കൃത്യമായിട്ട് ഏത് ഹൈറ്റ് ആണ് വരുന്നതെന്ന് നോക്കും അല്ലേ. ഇനി അതല്ലാതെ മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹൈറ്റ് മെഷർ ചെയ്യാം. ഫോൾഡിംഗ് റൂളർ, അതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് റൂളർ ആണ്. പിന്നെ സ്റ്റേഡിയോമീറ്റർ, ഹൈറ്റ് ചാർട്ട്. ഈ ഹൈറ്റ് ചാർട്ട് ഒക്കെ നിങ്ങൾ കുഞ്ഞു കുട്ടികളായ പല സമയത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതല്ലാതെ നിങ്ങൾ ഹൈറ്റ് മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കുക. അടുത്തത്, recall in grade 3 you studied that lengths are measured in meters. Check and fill in the blanks whether the following are correct or incorrect for your classroom. ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഇതേപോലെയുള്ള സ്കെയിലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക അല്ലെ. അതിന്റെ എൻഡില് മേ ബി 15 സെന്റിമീറ്റർ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ അത്രയും ചെറിയ സ്കെയിൽ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വലിയ സ്കെയിൽ ഉണ്ടാവാം, അത് 30 സെന്റിമീറ്റർ ആയിരിക്കാം. അതുപോലെ നമുക്കിത് 100 സെന്റിമീറ്റർ വരെ നീളത്തിൽ ഉണ്ടായിരിക്കാം. ആ ഒരു സ്കെയിലിനാണ് മീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്. അത്രയും ലെങ്ത് ആണ് 1 മീറ്റർ. ഇനി സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ സ്കെയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 0 മുതൽ 1 വരെ ഇതാണ് 1 സെന്റിമീറ്റർ. ഇത്രയും ദൂരത്തിനാണ് 1 സെന്റിമീറ്റർ എന്ന് പറയാം. അപ്പൊ 0 മുതൽ 2 വരെയാണെങ്കിൽ 2 സെന്റിമീറ്റർ, 0 മുതൽ 3 വരെയാണെങ്കിൽ 3 സെന്റിമീറ്റർ. ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഇടയിൽ 7 to 8 ഇതും 1 സെന്റിമീറ്റർ ആണ്. ഇനി മില്ലിമീറ്ററോ? മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു രണ്ട് ലൈനിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് മില്ലിമീറ്റർ. ഇത് മില്ലിമീറ്റർ, ഇത് സെന്റിമീറ്റർ. ഇനി മീറ്ററോ? ഈ സ്കെയില് 100 സെന്റിമീറ്റർ വരെ ഉണ്ടെങ്കിൽ
അത്രയും ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ. ഫസ്റ്റ് വൺ, the height of most of the students in my grade is more than a meter. ഇത് കറക്റ്റ് ആണോ? യെസ്, ഇത് കറക്റ്റ് ആണ് അല്ലേ? നമുക്ക് തൽക്കാലത്തേക്ക് ട്രൂന് ടി എന്ന് എഴുതാം. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ലെങ്ത് ഓഫ് മൈ ആം ഇസ് ലെസ് ദാൻ എ മീറ്റർ. നിങ്ങളുടെ കൈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഒരു ആം, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ലെസ് ദാൻ എ മീറ്റർ. ഇതും ട്രൂ ആണ്. The height of the door of the grade is less than a meter. നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഡോറ് നിങ്ങളെക്കാളും വലുതാണ് അല്ലേ? നിങ്ങൾ 1 മീറ്ററിന്റെ അറൗണ്ട് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഡോർ എങ്ങനെയാ 1 മീറ്ററിനേക്കാളും ചെറുതാവുക? അപ്പൊ ഇത് തെറ്റാണ്. ദിസ് ഇസ് ഇൻകറക്റ്റ്. ഇത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. The breadth of the blackboard is more than a meter. അതെ, നിങ്ങളുടെ ക്ലാസ്സിലെ ബ്ലാക്ക് ബോർഡ് ആലോചിച്ച് നോക്കിയേ, അതിന് ഹൈറ്റ് ഉണ്ട്. ഈ സൈഡിന് നമുക്ക് ഹൈറ്റ് ആയിട്ട് കൂട്ടാം. ഇതാണ് വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. ഇത് 1 മീറ്ററിനെക്കാട്ടും കൂടുതലാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൾസ് എഴുതാം. ജനറൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇത് ട്രൂ ആണ്. മെഷറിംഗ് ഈസ് ഫൺ. റിമെമ്പർ വി മെയ്ഡ്. ലാസ്റ്റ് ഇയറിൽ നമ്മൾ മെഷറിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് എന്തായിരുന്നു? 1 മീറ്ററിന്റെ ഒരു റോപ്പ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റോപ്പിൽ ഇവിടെ ഒരു നോട്ട് ടൈ ചെയ്യും, ഇവിടെയും ഒരു നോട്ട് ടൈ ചെയ്യും. ഇതിന്റെ ഇടയിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് 1 മീറ്റർ. ഇനി ഹാഫ് മീറ്ററോ? 1 മീറ്ററിന്റെ കറക്റ്റ് സെൻട്രലായിട്ട് ഒരു നോട്ടും കൂടി ഇട്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു സൈഡ് ഹാഫ് മീറ്റർ ആണ്, അടുത്ത സൈഡും ഹാഫ് മീറ്റർ ആണ്. ഹാഫ് പ്ലസ് ഹാഫ് ഇസ് 1. ഇനി ഇതേ ലൈനിന്റെ ഈ ഹാഫിന്റെ സെൻട്രലായിട്ട് ഇവിടെയും ഇപ്പുറത്തെ സൈഡിൽ ഹാഫിന്റെ സെൻട്രലായിട്ട് ഇവിടെയും ഒരു നോട്ട് ഇട്ട് കഴിഞ്ഞപ്പോ ഇതിപ്പോ 4 പാർട്ടായി മാറി. ഈ ഓരോ പാർട്ടും എത്രയാണ്? 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ മീറ്റർ ആണ്. ഡു യു നോട്ടീസ് 1 മീറ്റർ ഈക്വൽ ടു ഹാഫ് മീറ്റർ പ്ലസ് ഹാഫ് മീറ്റർ ആൻഡ് 1 മീറ്റർ ഈക്വൽ ടു 1 ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4. 4 ആയിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഒരു പാർട്ട്, അതാണ് ക്വാർട്ടർ. അത് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ചിത്രം മനസ്സിൽ വെക്കുക. Let us do. Use your ropes to carry out the following activities. You can use a combination of ropes if needed. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലുള്ള റോപ്പ് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് ചെറിയ ഡിസ്റ്റൻസ് ആണ് മെഷർ ചെയ്യേണ്ടതെങ്കിൽ ക്വാർട്ടർ ഉപയോഗിക്കാം. കുറച്ചുകൂടി വലുതാണെങ്കിൽ ഹാഫ് മീറ്റർ ഉപയോഗിക്കാം. നല്ല വലുതാണെങ്കിൽ 1 മീറ്ററിന്റെ റോപ്പും ഉപയോഗിക്കാം. ആദ്യമായി walk, jump and crawl on 1, 5 and 10 meter line. Draw lines of 1 meter, 5 meter and 10 meter on the floor of the classroom or outside in the playground. How will you make these lines? Think and share with your friends. Walk, jump and crawl on the lines. ഒരു 1 മീറ്റർ ലൈൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം? വളരെ ഈസിയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു 1 മീറ്റർ റോപ്പ് ഉണ്ട്. അത് ഇങ്ങനെ വെക്കുക, അവിടെ ആ റോപ്പിന്റെ കൂടെ ലൈൻ വരയ്ക്കുക അല്ലേ? ഇനി നിങ്ങൾക്ക് 5 മീറ്റർ വേണമെങ്കിലോ 1 മീറ്ററിന്റെ റോപ്പ് വെക്കുക, ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക, എന്നിട്ട് ആ റോപ്പ് എടുത്തിട്ട് പിന്നെയും ഇവിടെ കൊണ്ടുവെക്കുക, ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് അഗെയിൻ വരയ്ക്കുക, എന്നിട്ട് ഇവിടുന്ന് അഗെയിൻ, ഇവിടുന്ന് അഗെയിൻ, അങ്ങനെ 1, 2, 3, 4, 5 5 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ 5 മീറ്റർ ആയി. 1 മീറ്ററിന്റെ 5 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാൽ അത് 5 മീറ്റർ ആയിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസ്റ്റൻസ് പറയുമ്പോൾ ഒരിക്കലും 5, 1, 10 എന്ന് പറയാൻ പാടില്ല. അതിന്റെ കൂടെ മീറ്റർ, അതാണ് യൂണിറ്റ്. ലെങ്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് മീറ്റർ. അപ്പൊ എത്രയാണ് ലെങ്ത് എന്ന് ചോദിക്കുമ്പോൾ എക്സാമിനാണെങ്കിലും ടീച്ചറോട് ഉത്തരം പറയുമ്പോഴാണെങ്കിലും 1/5 എന്ന് പറയരുത്. 1 മീറ്റർ അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ എന്നൊക്കെ യൂണിറ്റ് ചേർത്ത് വേണം പറയാൻ, ഇല്ലെങ്കിൽ അത് തെറ്റായി പോകും. ഇനി 10 മീറ്ററോ? ഇതുപോലെ തന്നെ 10 പ്രാവശ്യം 1 മീറ്ററിന്റെ റോപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു 10 മീറ്റർ ലൈന് ഫ്ലോറിൽ വരയ്ക്കാവുന്നതാണ്.
long jump. Each child can participate in a long jump competition. നിങ്ങളുടെ സ്കൂളിൽ ലോങ് ജംപ് കോമ്പറ്റീഷൻ നടക്കാറുണ്ടോ? ഓടി വന്ന് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിന്റെ മുകളിൽ നിന്ന് നേരെ ഒരു സാൻഡ് പിറ്റിലേക്ക് ജമ്പ് ചെയ്യും. എന്നിട്ട് ഇവിടെ മുതൽ എവിടെയാണോ നിങ്ങൾ ജമ്പ് ചെയ്തത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആരാണ് ചാടിയത് അവരായിരിക്കും വിന്നർ. ഹൗ ഫാർ ഹാവ് യുവർ ഫ്രണ്ട്സ് ജംപ്? ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുക. ഓരോ ഫ്രണ്ട്സും എത്ര ജമ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുക. മെഷർ ആസ് അക്യുറേറ്റ്ലി ആസ് പോസിബിൾ യൂസിങ് എ കോമ്പിനേഷൻ ഓഫ് റോപ്സ്. നിങ്ങളുടെ കയ്യിലുള്ള റോപ്പ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിനെ മെഷർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഹൂ ജംപ്ഡ് ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ്? എന്നിട്ട് അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. Fill the following table. ആദ്യം ജമ്പ് ചെയ്യുന്ന ആളുടെ പേര് എ എന്നാണെന്ന് കരുതുക. അയാള് ലെസ് ദാൻ 1 മീറ്റർ ആണ് ചാടിയതെങ്കിൽ അതെങ്ങനെയാ മനസ്സിലാവുക? അയാൾ ജമ്പ് ചെയ്ത ഡിസ്റ്റൻസിൽ നിങ്ങളുടെ ആ ഒരു മീറ്റർ റോപ്പ് വെക്കുമ്പോൾ അതിനേക്കാളും കുറവ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതിന്റെ ആക്ച്വൽ മെഷർമെന്റ് വേണം നിങ്ങളുടെ അടുത്ത് എഴുതാൻ. 1 മീറ്ററിൽ തന്നെ 4 കട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇവിടം വരെയാണെങ്കിൽ ക്വാർട്ടർ, അഗെയിൻ ക്വാർട്ടർ, ക്വാർട്ടർ പ്ലസ് ക്വാർട്ടർ ഇസ് ഹാഫ്, ഹാഫ് കഴിഞ്ഞു പിന്നെയും ക്വാർട്ടർ ആയി, അപ്പോൾ അത് 3/4 ആണല്ലേ. അപ്പൊ ഇവിടം വരെയാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. ഒന്നാണെങ്കിൽ 3/4 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതല്ലെങ്കിലോ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 100 സെന്റിമീറ്റർ ആണ്. ഇനി ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ അത് 50 സെന്റിമീറ്റർ ആണ്. ഇവിടെ നോക്കിയേ, 100ന്റെ ഹാഫ് ആണ് 50. ഇനി ക്വാർട്ടർ മീറ്റർ ആണെങ്കിലോ 1/4 എന്ന് പറഞ്ഞാൽ അത് 25 സെന്റിമീറ്റർ ആണ്. അപ്പൊ 3/4 മീറ്റർ, ഇവിടെ ഒരു 25, ഇവിടെ ഒരു 25, ഇവിടെ ഒരു 25, ടോട്ടൽ എത്രയായി? 75 സെന്റിമീറ്റർ. നോക്കൂ, ഇവിടെ നിങ്ങൾ മീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. 3/4 മീറ്റർ. ഇതിന് സെന്റിമീറ്ററിൽ എഴുതുകയാണെങ്കിൽ 75 സെന്റിമീറ്റർ. ഇനി അടുത്ത ആള് ബി എന്ന ആള് എക്സാക്ട്ലി 1 മീറ്റർ ആണ് ചാടിയതെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ. ഇനി അടുത്ത ആള് സി ജമ്പ് ചെയ്തത് മോർ ദാൻ 1 മീറ്റർ ആണ്. 1 മീറ്ററിന്റെ റോപ്പ് കഴിഞ്ഞു, അഗെയിൻ ഒരു ക്വാർട്ടറും കൂടി കൂടുതൽ ചാടി എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 മീറ്റർ പ്ലസ് 1/4 മീറ്റർ. ഇതിനെ എങ്ങനെയാ സെന്റിമീറ്ററിലേക്ക് എഴുതുക? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്, പ്ലസ് 1/4 മീറ്റർ എന്ന് പറഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ്. 100 പ്ലസ് 25 ഈസ് ഈക്വൽ ടു 125. പിന്നെ എങ്ങനെയും കൂടി എഴുതാം, 125 സെന്റിമീറ്റർ. ഇതുപോലെ ഓരോ ആളുകളും ജമ്പ് ചെയ്തത് എഴുതാം. ഇപ്പൊ എ ബി സിയിൽ ഏറ്റവും കൂടുതൽ ആരാ ജമ്പ് ചെയ്തത്? 125 സെന്റിമീറ്റർ ജമ്പ് ചെയ്ത ആളാണ്. കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ യൂണിറ്റിന് വേണം കമ്പയർ ചെയ്യാൻ. ഒന്നെങ്കിൽ സെന്റിമീറ്ററിൽ എഴുതിയിരിക്കുന്നതിന് 75, 100, 125 ഇതിനെ കമ്പയർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മീറ്ററിൽ എഴുതിയതിന്, ഒരു പ്രാവശ്യം മീറ്ററിൽ എഴുതിയതിനെയും അടുത്ത പ്രാവശ്യം സെന്റിമീറ്ററിൽ എഴുതിയതിനെയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടെ എഴുതിയതിൽ നമുക്ക് സെന്റിമീറ്റർ മാത്രം നോക്കുകയാണെങ്കിൽ സി ആണ് ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്തിരിക്കുന്നത്. എസ്റ്റിമേറ്റ് ഹൗ ലോങ് ആൻഡ് ബ്രോഡ് ഇസ് യുവർ ക്ലാസ് റൂം, മെഷർ ആൻഡ് ചെക്ക്. ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഫുൾ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റി ആണ്. കാരണം നിങ്ങളുടെ കയ്യിൽ റോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാം പോയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിന്റെ വീതി എന്താണെന്ന് മെഷർ ചെയ്യാം. അടുത്ത സെക്ഷൻ, ലെറ്റ് us think, guess the length. ഇവിടെ കുറെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും ഹൈറ്റും ലെങ്ത്തും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എടുക്കാം. ആദ്യമായി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 1 ബസ് ഇൻ മീറ്റേഴ്സ്?
വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് വൺ ക്രിക്കറ്റ് ബാറ്റ് ഇൻ മീറ്റേഴ്സ്? ചോദ്യം ശ്രദ്ധിക്കുക. ഇൻ മീറ്റേഴ്സ്. ഇൻ മീറ്റേഴ്സ്. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ മീറ്റർ എന്ന് നിർബന്ധമായും അതിന്റെ കൂടെ എഴുതിയിരിക്കണം. അപ്പൊ അതിലുള്ള ചിത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ആദ്യം ബസ് നോക്കാം. 2 ബസ് ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ് 30 മീറ്റർ. അപ്പോ ഒരു ബസിന്റെ ലെങ്ത് എത്രയായിരിക്കും? ഈ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ പകുതിയാണല്ലേ? 2 ബസിനും ഒരേ നീളമാണ്. അപ്പൊ എത്രയാണ്? 30യുടെ ഹാഫ് എത്രയാ? 15. 15 പ്ലസ് 15 ആണ് 30. അങ്ങനെയാണെങ്കിൽ ഒരു ബസിന്റെ ലെങ്ത് ആണ് 15 മീറ്റർ. ഇനി അടുത്തത്, what is the length of one cricket bat in meter? ക്രിക്കറ്റ് ബാറ്റിന്റെ ചിത്രം എവിടെയാ തന്നത്? കണ്ടില്ലേ? ലെങ്ത് about 6 മീറ്റർ. ടോട്ടൽ ലെങ്ത് 6 മീറ്റർ ആണ്. ഇതിൽ എത്ര ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്? 1 2 3 4 5 6. 6 ക്രിക്കറ്റ് ബാറ്റിന്റെ ലെങ്ത് 6 മീറ്റർ ആണെങ്കിൽ ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ ലെങ്ത് എത്രയാണ്? 1 മീറ്റർ അല്ലേ? 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മീറ്റേഴ്സ് ആവും. അപ്പൊ ലെങ്ത് ഓഫ് 1 ക്രിക്കറ്റ് ബാറ്റ് is 1 മീറ്റർ. മീറ്റർ എന്ന് എഴുതാൻ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബസ്സസ് വുഡ് ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് 2 ബ്ലൂ വെയിൽസ്? ബ്ലൂ വെയിൽസിന്റെ ചിത്രം എവിടെയാണ്? ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 ബ്ലൂ വെയിൽ ആണ്. ഒരു ബ്ലൂ വെയിലിന്റെ ലെങ്ത്തിന് ഈക്വൽ ആണ് 2 ബസ്. ഇപ്പൊ 2 ബ്ലൂ വെയിൽ ആണെങ്കിലോ അവിടെ ഒരു ബ്ലൂ വെയിലും അതുപോലെ 2 ബസ്സും കൂടി ചേർത്ത് വെക്കണം അല്ലേ? അപ്പോ ഹൗ മെനി ബസ്സസ് വുഡ് ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് 2 ബ്ലൂ വെയിൽസ്? 4 ബസ്സസ്. അപ്പൊ ഇവിടെ മീറ്റർ എന്നൊന്നും എഴുതരുത്, കാരണം ഇവിടെ ബസ്സിന്റെ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4 എന്ന് പറയാം. ലെങ്തോ അല്ലെങ്കിൽ ഡിസ്റ്റൻസോ ആണെങ്കിൽ അതിന്റെ കൂടെ മീറ്റർ എന്ന് ചേർക്കണം. How many cricket bat will be needed to measure one whale? ഒരു whale അതിന്റെ ലെങ്ത് ആണ് 30 മീറ്റർ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് അതുപോലെ എടുക്കുകയാണെങ്കിൽ 6 ബാറ്റ് ആണല്ലേ? 6 മീറ്റർ. അപ്പൊ 6 അഗെയിൻ 6 അഗെയിൻ 6 അഗെയിൻ 6. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. 5 times 6 equal to 30 ആണ്. അപ്പൊ 6നെ 5 ടൈംസ് എഴുതിയാലാണ് അത് 30 ആയി മാറുക. ഇപ്പൊ ഇനി നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാം എത്ര ബാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തില് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ബാറ്റിന്റെ ലെങ്ത് 1 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ ബ്ലൂ വെയിൽ എന്താണ്? 30 മീറ്റർ ആണ്. അപ്പൊ എത്ര ഒന്നുകൾ ചേർന്നാലാണ് 30 ആവുക? 1 into 30 ആണ് 30 ആവുക. അപ്പൊ എത്ര ബാറ്റ്സ് വേണം? 30 ബാറ്റ്സ്. Next question. If 2 ostriches stand one above another, their height will be equal to the height of? ഒരു ഓസ്ട്രിച്ചിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 3 മീറ്റർ ആണ്. അതിന്റെ മുകളിൽ ഒരു ഓസ്ട്രിച്ചിനെയും കൂടി വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ 3 മീറ്റർ വരും. 3 plus 3 is equal to 6 അല്ലേ? ഇപ്പൊ ടോട്ടൽ 6 മീറ്റർ ഹൈറ്റ് ആണുള്ളത്. ചിത്രത്തിൽ 6 മീറ്റർ ഹൈറ്റ് എന്തിനൊക്കെയാണ് തന്നിരിക്കുന്നത്? അതൊരു ക്രൊക്കഡൈൽ ആണ്. ക്രൊക്കഡൈൽ. 1 crocodile. Height of 1 crocodile. Next question. How many crocodiles will be equal to the length of a blue whale? ഇനി നമുക്ക് ബ്ലൂ വെയിലിനെയും ക്രൊക്കഡൈലിനെയും കൂടി മാച്ച് ചെയ്യാം. ലെങ്ത് അബൌട്ട് 30 മീറ്റർ ആണ് ഒരു ബ്ലൂ വെയിലിന്. നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ എടുത്ത് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോ 5 times 6 ആണ് 30 മീറ്റർ എന്ന് നമുക്കറിയാം. 5 ടൈംസ് എടുത്ത് വെച്ച് നോക്കാം. അപ്പോ എത്ര ക്രൊക്കഡൈൽ ആണ് വേണ്ടത്? 5 crocodiles. So answer is 5 crocodiles. Measuring small things. Measuring small things എന്ന ഈ പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചിരിക്കുന്ന ലെങ്ത് കൺവേർഷൻ അത് ഒന്നുകൂടി നോക്കാം. 1 meter equal to 100 സെന്റിമീറ്റർ. അതുപോലെ 100 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. നിങ്ങളെടുത്ത്
1 മീറ്റർ എത്ര സെന്റിമീറ്റർ ആണെന്ന് എക്സാമിന് ചോദിച്ചാൽ എന്താ എഴുതുക? 100 സെന്റിമീറ്റർ. ഇനി ചോദ്യം തിരിച്ചാണെങ്കിലോ? 100 സെന്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ. 1 സെന്റിമീറ്റർ ഈക്വൽ ടു എത്ര മില്ലിമീറ്റർ ആണ്? 1 സെന്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അതുപോലെ തിരിച്ചും 10 മില്ലിമീറ്റർ ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഇനി മീറ്ററും മില്ലിമീറ്ററും തമ്മിലുള്ള റിലേഷൻ എന്താ? 1 മീറ്റർ ഈക്വൽ ടു 1000 millimeter. തിരിച്ചും 1000 millimeter is equal to 1 meter. റോപ്പിന്റെ കേസിൽ ഹാഫ് മീറ്റർ എന്ന് പഠിച്ചു അല്ലേ? ഹാഫ് മീറ്റർ എന്ന് പറഞ്ഞാൽ 50 സെന്റിമീറ്റർ ആണ്. ഒരു ഫുൾ മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. ഹാഫ് മീറ്റർ 50 സെന്റിമീറ്റർ. 1/4 അല്ലെങ്കിൽ ക്വാർട്ടർ മീറ്റർ ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ഈ കാര്യങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.